ഹലോ ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എക്സ്ട്രാ അഡിക്ഷൻ ആൻഡ് അസൈലം എന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തതിന് ശേഷം ആ കൺട്രിയിൽ നിന്ന് എന്ത് ചെയ്യാം, എക്സ്കേപ്പ് ചെയ്യാം, വേറൊരു കൺട്രിയിലേക്ക് എന്നിട്ട് മറ്റേ കൺട്രിയിൽ എന്ത് ചെയ്യാം, അസൈലം അഭയം പ്രാപിക്കാൻ പറ്റും. അങ്ങനെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഓൾക്ക് എന്താണ്, ഓൾ ചെയ്ത ക്രൈമിൽ നിന്ന്, ആ പ്രോസിക്യൂഷനിൽ നിന്ന് ഓൾക്ക് എന്താക്കാം, രക്ഷ നേടാം. ഇത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആണ്. ഏതൊരു പേഴ്സണും അങ്ങനെ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു കൺട്രിയിലോട്ട് പോയിട്ട് അസൈലം പ്രാപിച്ച് പ്രോസിക്യൂഷനിൽ നിന്ന് രക്ഷ നേടാം. പക്ഷേങ്കിൽ വേറൊരു കൺട്രിയിലോട്ട് പോയി എന്ന് വിചാരിച്ച് ആ കൺട്രി ഏത് കൺട്രിയിലോട്ടാണോ പോയത് ഓൾക്ക് അസൈലം കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് ഓലെ ഡിസ്ക്രിഷണറി പവറാണ്. ഓൾക്ക് ഇതിൻ്റെ ബേസിൽ കൊടുക്കും. ഈ അസൈലം എന്ന് പറഞ്ഞ വേർഡ് എന്ന് പറഞ്ഞാൽ ഗിവിങ് ഷെൽട്ടർ ആൻഡ് ആക്റ്റീവ് പ്രൊട്ടക്ഷൻ ടു എ പേഴ്സൺ ഹു ഹാസ് കമ്മിറ്റഡ് ക്രൈം ഇൻ എൻ ഫോറിൻ കൺട്രി ആൻഡ് എസ്കേപ്പ് ടു കൺട്രി വിച്ച് ഈസ് അറ്റ് ദ പ്രസൻറ്റ്. ടൈപ്പ് ഓഫ് അസൈലം രണ്ട് ടൈപ്പാണ്: ടെറിട്ടോറിയൽ അസൈലം ആൻഡ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ഓർ ഡിപ്ലോമാറ്റിക് അസൈലം. ടെറിട്ടോറിയൽ അസൈലം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡഡ് ബൈ എ സ്റ്റേറ്റ് ഇൻ ഇറ്റ്സ് ഓൺ ടെറിട്ടറിയാണ്. ടെറിട്ടോറിയൽ അസൈലം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിനും എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ ഒരു ഫോറിൻ കൺട്രിയിലൊരു ക്രൈം കമ്മിറ്റ് ചെയ്ത് വന്നാൽ അവരെന്താക്കാം, സ്വന്തം സ്റ്റേറ്റിൽ തന്നെ എന്താക്കാം, അസൈലം കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡെലൈലമ്മ ആൻഡ് ഹിസ് ഫോളോവേഴ്സിന് നമ്മളെ ടെറിട്ടോറിയൽ സോവറിനിറ്റി ബൈ ഇന്ത്യയിൽ അസൈലം കൊടുത്തത്. എക്സ്ട്രാ ടെറിട്ടോറിയൽ ഓർ ഡിപ്ലോമാറ്റിക് അസൈലം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അസൈലം ഗ്രാൻഡ് ചെയ്യുന്നത് ഫോറിൻ കൺട്രിയിലോ അല്ലെങ്കിൽ കൺട്രീസിലോ അല്ലെങ്കിൽ പബ്ലിക് വെസൽസിലോ ഉള്ള എംബസിയിലായിരിക്കും. എക്സ്ട്രാ ടെറിട്ടോറിയൽ അസൈലം എന്ന് പറഞ്ഞാൽ 4 എണ്ണാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അസൈലം ഇൻ ഫോറിൻ ലിഗേഷൻ, ആൻ അസൈലം ഇൻ വാർഷിപ്പ്, ആൻ അസൈലം ഇൻ ദ പ്രിമൈസസ് ഓഫ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആൻ അസൈലം ഇൻ മെർച്ചൻ്റ് വെസൽസ്. അസൈലം ഇൻ ഫോറിൻ ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ റൂൾ പ്രകാരം അസൈലം ഇൻ ഫോറിൻ ലിഗേഷൻ പെർമിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസിൽ സ്റ്റേറ്റ് എന്താക്കും, ഫോറിൻ പ്രിമൈസസിൽ അസൈലം ഗ്രാൻഡ് ചെയ്യും. എപ്പോഴാണെന്ന് വെച്ചാൽ ഇൻ ദ വ്യൂ ഓഫ് സ്റ്റാർക്ക് പറയുന്നത് അസൈലം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ചെയ്യുന്നത് ഇൻ ദ ലിഗേഷൻ പ്രിമൈസസ് അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസ്. പ്രധാനമായിട്ട് 3 സർക്കംസ്റ്റൻസസ് ആണുള്ളത്. ഒന്ന്, അവിടെ സ്പെഷ്യൽ ട്രീറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൈൻഡിങ് ലോക്കൽ കസ്റ്റം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെമ്പററി പീരീഡിൻ്റെ ബേസിൽ അഥവാ മോബ് വയലൻസിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറപ്ഷൻ്റെ ലോക്കൽ സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കലി ഡേഞ്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അസൈലം ഇൻ ഫോറിൻ ലിഗേഷനിൽ വരുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നത് അസൈലം ഇൻ ദ പ്രിമൈസസ് ഓഫ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ റൂളൊന്നുമില്ല അതോറിറ്റിക്ക് എന്താണ് അസൈലം ഗ്രാൻഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ടെമ്പററി അസൈലം ഇവിടെയും ഗ്രാൻഡ് ചെയ്യാം. ഇനി അസൈലം ഇൻ ദ വാർഷിപ്പ്, അവിടെ യൂഷ്വലി അവിടെ കൂടുതൽ കോൺട്രവേഴ്സിയാണ് വാർഷിപ്പിൽ അസൈലം കൊടുക്കുന്ന ടൈമിൽ ഉണ്ടാവില്ല. ചില റൈറ്റേഴ്സ് പറയുന്നത് അസൈലം വാർഷിപ്പിൽ എപ്പം കൊടുക്കാമെന്ന് വെച്ചാൽ ഈ നമ്മളെ വാർഷിപ്പ് വേറെ ടെറിട്ടോറിയൽ വാട്ടർ ഓഫ് അനദർ സ്റ്റേറ്റിലാണെങ്കിൽ കൊടുക്കാം. ചില റൈറ്റേഴ്സ് പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ഈ ക്രിമിനൽസിനെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പിടിച്ചിട്ട് ലോക്കൽ പോലീസിന് കൈമാറണമെന്നാണ്. അപ്പം ഇത് കൂടുതൽ ജനറലി അസൈലം വാർഷിപ്പിൽ കൊടുക്കുന്നത് പൊളിറ്റിക്കൽ ഒഫൻഡേഴ്സാണ് ഹൂസ് ലൈഫ് ഈസ് അറ്റ് എ ത്രെട്ട്. ഇനി അസൈലം ഇൻ ദ മെർച്ചൻ്റ് വെസൽ പറയുന്നത് മെർച്ചൻ്റ് വെസൽസ് ഡു നോട്ട് എൻജോയ് ഇമ്മ്യൂണിറ്റി ആൻഡ് ദേ ആർ നോട്ട് കോമ്പീറ്റൻറ്റ് ടു ഗ്രാൻഡ് അസൈലം ടു ലോക്കൽ ഒഫൻഡേഴ്സാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസൈലത്തിൽ വരുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.